ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എത്രീസ് വണ്ടർലാൻഡ്. 5th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസിലെ 10th ചാപ്റ്ററായ വണ്ടേഴ്സ് ഇൻ ദ സ്കൈ ആൻഡ് സ്പ്ലെൻഡേഴ്സ് ഓൺ ദ എർത്ത് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് പേജിൽ തന്നെ നമുക്ക് കാണാം നല്ലൊരു നൈറ്റ് വ്യൂവിൻ്റെ പിക്ചറാണ്. അവിടെ പീലിയും അവൻ്റെ ഫ്രണ്ട്സും ആ കാഴ്ച, രാത്രിയിലെ നിലാവുള്ള ആ കാഴ്ച കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മളോട് ചോദിക്കുന്നുണ്ട്, ഡിഡിൻറ്റ് യു എൻജോയ് ദ നൈറ്റ് വ്യൂ ഓഫ് ദ സ്കൈ ഡ്യൂറിങ് യുവർ ട്രിപ്പ് ടു പീലീസ് വില്ലേജ്? പീലിയുടെ വില്ലേജിലേക്ക് നിങ്ങൾ ട്രിപ്പ് പോയപ്പോൾ അവിടെയുള്ള നൈറ്റ് വ്യൂ നിങ്ങൾ നന്നായിട്ട് ആസ്വദിച്ചില്ലേ? രാത്രിയിലെ ആകാശത്തിൻ്റെ ഭംഗിയൊക്കെ നന്നായി എൻജോയ് ചെയ്തില്ലേ എന്നാണ് ചോദിക്കുന്നത്. ലിസൺ ടു അപ്പൂസ് ഡിസ്ക്രിപ്ഷൻ ആഫ്റ്റർ ദ ട്രിപ്പ്. ട്രിപ്പിന് ശേഷം അപ്പു ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ ഡിസ്ക്രിപ്ഷൻ നമുക്കൊന്ന് വായിക്കാം. ഹൗ ബ്യൂട്ടിഫുൾ ദ സ്കൈ ഇസ് അണ്ടർ ദ മൂൺസ് റേഡിയൻ ഗ്ലോ. ചന്ദ്രൻ്റെ നല്ല തിളക്കത്തിൽ ആകാശം കാണാൻ എന്തൊരു ഭംഗിയാണ്. തൗസൻഡ്സ് ഓഫ് സ്റ്റാർസ് ഗ്ലിറ്റർ ലൈക്ക് പേൾസ് ഇൻ ദ നൈറ്റ്. ആയിരക്കണക്കിന് നക്ഷത്രങ്ങൾ മുത്തുകൾ പോലെ തിളങ്ങുന്നു രാത്രിയിൽ. പീലി ഗേസിംഗ് അറ്റ് എ ലുമിനസ് സെലസ്റ്റിയൽ സ്ഫിയർ സെഡ് ഇറ്റ്സ് എ പ്ലാനറ്റ്. ആകാശത്ത് തിളങ്ങി നിൽക്കുന്ന ഒരു ആകാശഗോളം കണ്ടിട്ട് അതിനെ ഉറ്റുനോക്കിക്കൊണ്ട് പീലി പറഞ്ഞു, അതൊരു പ്ലാനറ്റാണ്. ആസ് വി വാച്ച്ഡ് ഇൻ അമേസ്മെൻറ്റ് വിക്കി ഷൗട്ടഡ്. ഞങ്ങളെല്ലാം കൗതുകത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് വിക്കി ഉറക്കെ വിളിച്ചു പറഞ്ഞു, ദാറ്റ് ഇസ് വീനസ്, അതാണ് വീനസ്. ദെൻ നീനു ആസ്ക്ഡ്, ഡു യു നോ വൈ വീനസ് ഷൈൻസ് സോ ബ്രൈറ്റ്ലി ഈവൻ ദോ ഇറ്റ് ഇസ് എ പ്ലാനറ്റ്? ഒരു ഗ്രഹമായിരുന്നിട്ട് കൂടി വീനസ് എന്താ ഇങ്ങനെ നന്നായി തിളങ്ങുന്നത് നിങ്ങൾക്കറിയോ എന്ന് നീനു ചോദിച്ചു. എവ്രി വൺ ലുക്ക്ഡ് അറ്റ് നീനു ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി. അറിയാനുള്ള ആഗ്രഹത്തോടു കൂടി നീനുവിനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അവൾ അത്ഭുതങ്ങൾ നിറഞ്ഞ ആകാശത്തിൻ്റെ കഥകൾ ഓരോന്നായി ചുരുളഴിക്കാൻ തുടങ്ങി. ഡസൻറ്റ് എവ്രി വൺ ലവ് ദ വ്യൂ ഓഫ് ദ സ്കൈ അറ്റ് നൈറ്റ്? എല്ലാവരും രാത്രിയിൽ ആകാശ കാഴ്ചകൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? വൈ ഈസ് ദ ബ്യൂട്ടിഫുൾ വ്യൂ ഓഫ് ദ സ്കൈ അറ്റ് നൈറ്റ് നോട്ട് വിസിബിൾ ടു us ഡ്യൂറിങ് ഡേ ടൈം? എന്തുകൊണ്ടാണ് ആകാശത്തിലെ രാത്രിയിലുള്ള മനോഹരമായ കാഴ്ചകളൊന്നും നമുക്ക് പകൽ കാണാൻ കഴിയാത്തത്? റൈറ്റ് ഡൗൺ ദ റീസൺസ്. കാരണങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹാവിൻ യു അണ്ടർസ്റ്റുഡ് ദാറ്റ് ദ പ്രസൻസ് ഓഫ് ദ സൺ ഈസ് ദ റീസൺ ഫോർ ദിസ്? നിങ്ങൾക്ക് മനസ്സിലായോ? സണ്ണിൻ്റെ പ്രസൻസ് ആണ്, സൂര്യൻ്റെ പ്രസൻസ് ആണ് ഇതിന് കാരണം. നിങ്ങൾക്ക് മനസ്സിലായോ? ദ സൺ ഈസ് എ സ്റ്റാർ. സൂര്യൻ ഒരു നക്ഷത്രമാണ്. ദ സൺ ഈസ് ഓൾസോ ദ ക്ലോസസ്റ്റ് സ്റ്റാർ ടു ദ എർത്ത്. ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രം കൂടിയാണ് സൺ. There are many other stars which are bigger than the sun. സൂര്യനേക്കാൾ വലിയ ഒരുപാട് സ്റ്റാറുകൾ വേറെയും ഉണ്ട്. Doesn't the stars look so small from the earth? Why? ഭൂമിയിൽ നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ വളരെ ചെറുതായി തോന്നില്ലേ? എന്തുകൊണ്ടായിരിക്കും? Stars appear small because they are far away from the earth. ഭൂമിയിൽ നിന്ന് ഒരുപാട് അകലെ ആയതുകൊണ്ടാണ് സ്റ്റാർസ് ചെറുതായിട്ട് കാണപ്പെടുന്നത്. സ്റ്റാർസ് ആർ ജയൻറ്റ് സെലസ്റ്റിയൽ ബോഡീസ് ദാറ്റ് ആർ ലുമിനിസെൻറ്റ്. സ്വയം പ്രകാശിക്കുന്ന വലിയ ആകാശഗോളങ്ങളാണ് സ്റ്റാർസ്. ദേ എമിറ്റ് ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് ആൻഡ് ലൈറ്റ്. അവ ഒരുപാട് വലിയ എമൗണ്ട് ഓഫ് ഹീറ്റ്, ചൂടും പ്രകാശമൊക്കെ പുറത്തുവിടുന്നുണ്ട്. ഗാലക്സീസ് ആർ ക്ലസ്റ്റേഴ്സ് ഓഫ് ബില്യൺസ് ഓഫ് സ്റ്റാർസ്. ഗാലക്സികൾ എന്ന് പറഞ്ഞാൽ ബില്യൺ കണക്കിന് സ്റ്റാറുകളുടെ ഒരു കൂട്ടമാണ്. അവിടെ നമുക്ക് കാണാം ബ്ലാക്ക് ബോക്സിലായിട്ട് ഒരു ഗാലക്സിയുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. വൈ ഡു സ്റ്റാർസ് ട്വിങ്കിൾ? എന്തുകൊണ്ടാണ് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നത്? ലൈറ്റ് എമിറ്റഡ് ഫ്രം ദ സ്റ്റാർസ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ഈസ് കോൺസ്റ്റൻ്റ്ലി ഡിഫ്ലക്റ്റഡ് ആസ് ഇറ്റ് പാസസ് ത്രൂ ദ അറ്റ്മോസ്ഫിയർ. ഈ നക്ഷത്രങ്ങളിൽ നിന്നും പുറപ്പെടുന്ന ലൈറ്റ് ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് പോകുന്നതെങ്കിലും അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് സ്ഥിരമായി ചേഞ്ച് വരും. Therefore, the stars seems to twinkle when we look at them from the earth. അതുകൊണ്ടാണ് നമ്മൾ ഭൂമിയിൽ നോക്കുമ്പോൾ സ്റ്റാർസ് മിന്നിത്തിളങ്ങുന്നതായിട്ട് കാണപ്പെടുന്നത്. ഡ്രോ എ പിക്ചർ ഷോയിങ് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ അറ്റ് ദ ടൈം ഓഫ് സൺറൈസ് ഓർ സൺസെറ്റ്. സൂര്യോദയ സമയത്തോ സൂര്യാസ്തമയ സമയത്തോ ഉള്ള നാച്ചുറൽ ബ്യൂട്ടി കാണിക്കുന്ന ഒരു പിക്ചർ ഈ ബോക്സിൽ വരയ്ക്കാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. സം സെലസ്റ്റിയൽ ബോഡീസ് റിവോൾവ് അറൗണ്ട് ദ സൺ. ചില ആകാശഗോളങ്ങൾ സൂര്യന് ചുറ്റും വലം വയ്ക്കുന്നു. ഒബ്സർവ് ദ പിക്ചർ ഓഫ് ദ സൺ ആൻഡ് ദീസ് സെലസ്റ്റിയൽ ബോഡീസ്. താഴെ കാണുന്ന പിക്ചർ ഒബ്സർവ് ചെയ്യുക. അവിടെ സണ്ണും അതിനെ ചുറ്റുന്ന ആകാശഗോളങ്ങളും നമുക്ക് കാണാൻ പറ്റും. താഴെ നോക്കാം. അവിടെ കാണുന്നത് സെൻട്രലായിട്ട് റെഡ് കളറിൽ കാണുന്നതാണ് സൺ. പിന്നെ ഓരോ സർക്കിളിലായിട്ട് കാണുന്നതും ഓരോ പ്ലാനറ്റാണ്. അതിൻ്റെ എല്ലാം പേര് അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് വായിക്കാം. മെർക്കുറി, വീനസ്, എർത്ത്. എർത്തിനെ ചുറ്റിക്കൊണ്ട് മൂണുണ്ട്. മാർസിനും ജൂപ്പിറ്ററിനും ഇടയിലായിട്ട് ആസ്ട്രോയിഡ്സ് ഉണ്ട്. അതെന്താണെന്ന് നമ്മൾ പിന്നെ പഠിക്കും. സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ ആൻഡ് ഡ്വാർഫ് പ്ലാനറ്റ്സ്. അവിടെ സാറ്റേണിനും ജൂപ്പിറ്ററിനും ഇടയിലായിട്ട് കോമറ്റ്സ് ഉണ്ട്. അതും നമ്മൾ പിന്നെ പഠിക്കും. Apart from the sun, which are the other celestial bodies there
ഇൻ ദ പിക്ചർ? സണ്ണിനെ കൂടാതെ ഏതൊക്കെ ആകാശഗോളങ്ങളാണ് ഈ പിക്ചറിൽ നമുക്ക് കാണാൻ പറ്റുക? ഇൻ വിച്ച് സെലസ്റ്റിയൽ ബോഡി എമംഗ് ദീസ് ഡു വി ഇൻഹാബിറ്റ്? ഇതിൽ ഏത് ആകാശഗോളത്തിലാണ് നമ്മൾ താമസിക്കുന്നത്? എർത്തിലാണല്ലേ. ദ എർത്ത് ഇസ് എ പ്ലാനറ്റ്. എർത്തും ഒരു ഗ്രഹമാണ്. വാട്ട് ആർ പ്ലാനറ്റ്സ്? ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? പ്ലാനറ്റ്സ് ആർ സെലസ്റ്റിയൽ ബോഡീസ് ദാറ്റ് റൊട്ടേറ്റ് ദംസെൽവ്സ് ആൻഡ് റിവോൾവ് അറൗണ്ട് ദ സൺ. പ്ലാനറ്റ്സ് എന്ന് പറഞ്ഞാൽ ആകാശഗോളങ്ങളാണ്. അവ സ്വയം തിരിയുകയും സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യും. ദേ കനോട്ട് എമിറ്റ് ഹീറ്റ് ഓർ ലൈറ്റ് ബൈ ദംസെൽവ്സ്. അവയ്ക്ക് സ്വന്തമായി ചൂടോ ലൈറ്റോ എമിറ്റ് ചെയ്യാൻ കഴിയില്ല, പുറത്തുവിടാൻ കഴിയില്ല. പ്ലാനറ്റ്സ് ഗെറ്റ് ദെയർ ഹീറ്റ് ആൻഡ് സൺ ലൈറ്റ് ഫ്രം ദ സൺ. പ്ലാനറ്റ്സിന് ലൈറ്റും ഹീറ്റും ഒക്കെ കിട്ടുന്നത്, വെളിച്ചവും ചൂടും ഒക്കെ കിട്ടുന്നത് സണ്ണിൽ നിന്നാണ്. ചെക്ക് ഔട്ട് ദ ലിസ്റ്റ് ടു ഫൈൻഡ് ഔട്ട് വിച്ച് പ്ലാനറ്റ്സ് റിവോൾവ് അറൗണ്ട് ദ സൺ ആൻഡ് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഈച്ച് ഓഫ് ദം. താഴെ തന്നിരിക്കുന്ന ലിസ്റ്റ് പരിശോധിച്ചിട്ട് ഏതൊക്കെ പ്ലാനറ്റ്സ് ആണ് സണ്ണിനെ ചുറ്റുന്നതെന്നും അവയുടെ പ്രത്യേകതകൾ എന്താണെന്നും കണ്ടുപിടിക്കുക. ഇവിടെ 4 കോളം കൊടുത്തിട്ടുണ്ട്. ഒന്നിൽ പ്ലാനറ്റ്സ്, അതിൻ്റെ ഫീച്ചേഴ്സ്, പ്ലാനറ്റ്സ് ഫീച്ചേഴ്സ് അങ്ങനെയാണ്. അവിടെ ആദ്യത്തെ പ്ലാനറ്റായ മെർക്കുറിയുടെ ഫീച്ചർ എന്താണെന്ന് നമുക്ക് നോക്കാം. ക്ലോസസ്റ്റ് ടു ദ സൺ, സണ്ണിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്നതാണ് മെർക്കുറി. ദെൻ വീനസ്, നോൺ ആസ് മോർണിംഗ് സ്റ്റാർ ആൻഡ് ഈവനിങ് സ്റ്റാർ. പ്രഭാത നക്ഷത്രം എന്നും പ്രദോഷ നക്ഷത്രം എന്നും അറിയപ്പെടുന്നത് വീനസ് എന്ന പ്ലാനറ്റാണ്. ദെൻ എർത്ത്, ദ ഓൺലി പ്ലാനറ്റ് ഇൻ വിച്ച് ലൈഫ് എക്സിസ്റ്റ്. ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു പ്ലാനറ്റാണ് എർത്ത്. ദെൻ മാസ്, റെഡ് പ്ലാനറ്റ് എന്നറിയപ്പെടുന്നത് മാസ് ആണ്. ദെൻ ജൂപ്പിറ്റർ, ദ ലാർജസ്റ്റ് പ്ലാനറ്റ്, ഏറ്റവും വലിയ പ്ലാനറ്റ് ആയിരിക്കുന്നത് ജൂപ്പിറ്ററാണ് അഥവാ വ്യാഴമാണ്. ദെൻ സാറ്റേൺ, ദ സെക്കൻഡ് ലാർജസ്റ്റ് പ്ലാനറ്റ്, രണ്ടാമത്തെ വലിയ പ്ലാനറ്റാണ് സാറ്റേൺ. ദെൻ യുറാനസ്, ദ കോൾഡസ്റ്റ് പ്ലാനറ്റ്, ഏറ്റവും തണുത്ത ഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ് ആണ്. ദെൻ ലാസ്റ്റ് വൺ നെപ്റ്റ്യൂൺ, ദ പ്ലാനറ്റ് ദറ്റ് ഈസ് ഫാർദർ ഫ്രം ദ സൺ. സൂര്യനിൽ നിന്നും ഏറ്റവും അകലെ കിടക്കുന്നത് നെപ്റ്റ്യൂൺ ആണ്. ഹാവ് യു നോട്ടീസ്ഡ് ദ പിക്ചർ ഓഫ് ദ സൺ ആൻഡ് ദ സെലസ്റ്റിയൽ ബോഡീസ് റിവോൾവിംഗ് അറൗണ്ട് ഇറ്റ്? നിങ്ങൾ സൂര്യൻ്റെയും അതിനെ വലം വയ്ക്കുന്ന ആകാശഗോളങ്ങളുടെയും പിക്ചർ ശ്രദ്ധിച്ചില്ലേ? ആർ ഓൺലി ദ പ്ലാനറ്റ്സ് റിവോൾവിംഗ് അറൗണ്ട് ദ സൺ? പ്ലാനറ്റ്സ് അഥവാ ഗ്രഹങ്ങൾ മാത്രമാണോ സൂര്യനെ വലം വയ്ക്കുന്നത്? എപ്പാർട്ട് ഫ്രം ദ പ്ലാനറ്റ്സ്, പ്ലാനറ്റ്സിനെ കൂടാതെ ഡ്വാർഫ് പ്ലാനറ്റ്സ് ആൻഡ് ആസ്ട്രോയിഡ്സ് ആർ സീൻ ഇൻ ഇമേജ് 1 ഓൺ പേജ് നമ്പർ 163. അറിന്തേ? ഈ ഗ്രഹങ്ങളെ അഥവാ പ്ലാനറ്റ്സിനെ കൂടാതെ കുള്ളൻ ഗ്രഹങ്ങളും ധൂമകേതുക്കളും എല്ലാം ഈ സൂര്യനെ വലം വയ്ക്കുന്നതായി നമുക്ക് പേജ് നമ്പർ 163 പിക്ചറിൽ കാണാം. ദ സോളാർ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ദ സൺ, ദ 8 പ്ലാനറ്റ്സ് ഓർബിറ്റിംഗ് ദ സൺ, ദെയർ സാറ്റലൈറ്റ്സ്, ഡ്വാർഫ് പ്ലാനറ്റ്സ്, ആസ്ട്രോയിഡ്സ്, മീറ്റിയോസ് ആൻഡ് കോമറ്റ്സ്. സോളാർ സിസ്റ്റം അഥവാ സൗരയൂഥം എന്ന് പറയുന്നത് സൂര്യനും അതിനെ ചുറ്റുന്ന 8 ഗ്രഹങ്ങളും പിന്നെ അവയുടെ ഉപഗ്രഹങ്ങളും അഥവാ സാറ്റലൈറ്റ്സും പിന്നെ കുള്ളൻ ഗ്രഹങ്ങളും ധൂമകേതുക്കളും ഉൽക്കകളും വാൽനക്ഷത്രങ്ങളും എല്ലാം അടങ്ങിയതാണ്. ദ സൺ ഈസ് എ സെൻറ്റർ ഓഫ് ദ സോളാർ സിസ്റ്റം. സോളാർ സിസ്റ്റത്തിൻ്റെ കേന്ദ്രം സൂര്യനാണ്. ഇറ്റ് വാസ് നിക്കോളാസ് കോപ്പർനിക്കസ് ഹു റിവീൽഡ് ടു ദ വേൾഡ് ദാറ്റ് ദ സൺ ഇസ് ദ സെൻ It was Nicolaus Copernicus who revealed to the world that the sun is the center of the solar system. He was a Polish astronomer. ഒരു പോളണ്ടുകാരനായ വാനനിരീക്ഷകനായിരുന്ന നിക്കോളാസ് കോപ്പർനിക്കസ് ആണ് സൂര്യനാണ് സൗരയൂഥത്തിൻ്റെ കേന്ദ്രമെന്ന് ലോകത്തോട് വെളിപ്പെടുത്തിയത്. ദ മിൽക്കി വേ ഇസ് എ ഗാലക്സി ദാറ്റ് ഇൻക്ലൂഡ്സ് ദ സോളാർ സിസ്റ്റം. നമ്മുടെ സോളാർ സിസ്റ്റം ഉൾക്കൊള്ളുന്ന ഗാലക്സിയുടെ പേരാണ് ദ മിൽക്കി വേ അഥവാ ക്ഷീരപഥം എന്നത്. ഇറ്റ് ഹാസ് ബില്യൺസ് ഓഫ് സ്റ്റാർസ്. അതിൽ ബില്യൺ കണക്കിന് സ്റ്റാർസ് ഉണ്ട്. ദ യൂണിവേഴ്സ് കൺസിസ്റ്റ് ഓഫ് ബില്യൺസ് ഓഫ് സച്ച് ഗാലക്സീസ്. ഈ പ്രപഞ്ചത്തിൽ അതുപോലുള്ള ബില്യൺ കണക്കിന് ഗാലക്സീസും ഉണ്ട്. കോമറ്റ്സ് ആർ റെയർ വിസിറ്റേഴ്സ് ടു ദ സോളാർ സിസ്റ്റം. ഇനി കോമറ്റ്സ് എന്താണെന്ന് നോക്കാം. കോമറ്റ്സ് ആർ റെയർ വിസിറ്റേഴ്സ് ടു ദ സോളാർ സിസ്റ്റം. സൗരയൂഥത്തിലെ അപൂർവമായ ഇനി കോമറ്റ്സ് എന്താണെന്ന് നോക്കാം. കോമറ്റ്സ് ആർ റെയർ വിസിറ്റേഴ്സ് ടു ദ സോളാർ സിസ്റ്റം. സൗരയൂഥത്തിലെ അപൂർവമായ സന്ദർശകരാണ് കോമറ്റ്സ്. ദി ആർ മെയ്ഡ് ഓഫ് റോക്ക്, ഡസ്റ്റ് ആൻഡ് ഐസ്. അവ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് പാറ, പൊടി, മഞ്ഞ് എന്നിവ കൊണ്ടാണ്. ദിയർ ടെയിൽസ് ഗ്ലോ ഇൻ സൺലൈറ്റ് ആസ് ദേ അപ്രോച്ച് ദ സൺ. സൂര്യനോട് അടുക്കുമ്പോൾ അവയുടെ വാല് നന്നായിട്ട് തിളങ്ങും, സൺലൈറ്റ് കൊണ്ട് തിളങ്ങും. അതുകൊണ്ട് അവയെ വാൽ നക്ഷത്രങ്ങൾ എന്നും പറയാറുണ്ട്. ദെൻ നമുക്ക് ആസ്ട്രോയിഡ്സ് എന്ന് നോക്കാം, അഥവാ ചിഹ്നഗ്രഹങ്ങൾ. ആസ്ട്രോയിഡ്സ് ആർ സ്മോൾ പ്ലാനറ്റ്സ് ലൈക്ക് ചങ്ക്സ് ഓഫ് റോക്ക് ഫൗണ്ട് ബിറ്റ്വീൻ മാർസ് ആൻഡ് ജൂപ്പിറ്റർ. മാർസിനും ജൂപ്പിറ്ററിനും അഥവാ ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിൽ കാണപ്പെടുന്ന പാറകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട പാറക്കഷ്ണങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ചെറിയ ഗ്രഹങ്ങൾ പോലുള്ള വസ്തുക്കളെയാണ് നമ്മൾ ആസ്ട്രോയിഡ്സ് അഥവാ ചിഹ്നഗ്രഹങ്ങൾ എന്ന് പറയുന്നത്.
ഇനി ഡ്വാർഫ് പ്ലാനറ്റ്സ് എന്താ നോക്കാം. ഡ്വാർഫ് പ്ലാനറ്റ്സ് ആർ സ്മോളർ ആൻഡ് സ്ഫെറിക്കൽ ഒബ്ജെക്ട്സ് ഇൻ ദ സോളാർ സിസ്റ്റം ദാറ്റ് ഓർബിറ്റ് അറൗണ്ട് ദ സൺ. സൗരയൂഥത്തിൽ സൂര്യനെ ചുറ്റുന്ന ചെറിയ ഗോളാകൃതിയിലുള്ള വസ്തുക്കളെയാണ് നമ്മൾ ഡ്വാർഫ് പ്ലാനറ്റ്സ് അഥവാ കുള്ളൻ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. മീറ്റിയോസ് ആർ പീസസ് ഓഫ് റോക്ക് ദാറ്റ് എൻ്റർ ദ എർത്ത്സ് അറ്റ്മോസ്ഫിയർ അറ്റ് എ ഹൈ സ്പീഡ് ഫ്രം ആസ്ട്രോയിഡ്സ് ആൻഡ് ദ ലൈക്ക്. ആസ്ട്രോയിഡ്സോ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റു വസ്തുക്കളിൽ നിന്നോ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ വളരെ വേഗതയിൽ പതിക്കുന്ന പാറക്കഷ്ണങ്ങളെയാണ് നമ്മൾ മീറ്റിയോസ് എന്ന് പറയുന്നത്. അറ്റ് നൈറ്റ് ദേ ആർ സീൻ ആസ് ഫാസ്റ്റ് മൂവിങ് സ്പാർക്സ് ഇൻ ദ സ്കൈ. രാത്രിയിൽ അവയെ നമുക്ക് കാണാൻ പറ്റും, നല്ല സ്പീഡിൽ മൂവ് ചെയ്യുന്ന തീപ്പൊരികളായിട്ട് കാണാൻ പറ്റും. ദേ ബേൺ ഔട്ട് ഇൻ എ ഫ്യൂ സെക്കൻഡ്സ്. കുറഞ്ഞ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അവ കത്തിച്ചാമ്പലായി തീരും. ദേ ആർ ലോക്കലി കോൾഡ് കൊള്ളിമീൻ. ഇവയാണ് നമ്മൾ കൊള്ളിമീൻ എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് സാറ്റലൈറ്റ്സ് എന്താണെന്ന് നോക്കാം. സാറ്റലൈറ്റ്സ് ആർ സെലസ്റ്റിയൽ ബോഡീസ് ദാറ്റ് ഓർബിറ്റ് എറൗണ്ട് ദ പ്ലാനറ്റ് ഇൻ ഫിക്സ്ഡ് ഓർബിറ്റ്സ്. സ്ഥിരമായ ഒരു ഓർബിറ്റിലൂടെ ഗ്രഹങ്ങളെ വലം വെക്കുന്ന ആകാശഗോളങ്ങളെയാണ് സാറ്റലൈറ്റ്സ് അഥവാ ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ദ മൂൺ ഇസ് ദ ഓൺലി സാറ്റലൈറ്റ് ഓഫ് ദി എർത്ത്. ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹമാണ് മൂൺ അഥവാ ചന്ദ്രൻ. അടുത്തതായി നമുക്ക് സൈഡീരിയൽ മന്ത് എന്ന് നോക്കാം. ദ മൂൺ ടേക്സ് എബൌട്ട് 27.3 days ടു ഓർബിറ്റ് ദ എർത്ത് വൺസ്. ദിസ് ഇസ് കോൾഡ് എ സൈഡീരിയൽ മന്ത്. ഭൂമിയെ ഒരു തവണ വലം വയ്ക്കാൻ ചന്ദ്രൻ 27.3 ദിവസം എന്ന് പറഞ്ഞാൽ 27 ദിവസം 3 മണിക്കൂർ എടുക്കുന്നു. ഇതിനെയാണ് നമ്മൾ ഒരു സൈഡീരിയൽ മന്ത് അഥവാ നക്ഷത്രമാസം എന്ന് പറയുന്നത്. ഒബ്സർവ് ദ ഓർബിറ്റ്സ് ഓഫ് ദ പ്ലാനറ്റ്സ് ഓഫ് ദ സോളാർ സിസ്റ്റം. സോളാർ സിസ്റ്റത്തിലെ ഗ്രഹങ്ങളുടെ ഓർബിറ്റ് അഥവാ സഞ്ചാരപാത നമ്മളോട് ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ദ ഓർബിറ്റ് ഈസ് ദ പാത്ത് ഓഫ് സെലസ്റ്റിയൽ ബോഡീസ് എറൗണ്ട് ദ സൺ. സണ്ണിന് ചുറ്റും പ്ലാനറ്റ്സ് സഞ്ചരിക്കുന്ന ആ പാത്തിനെയാണ്, വഴിയെയാണ് ഓർബിറ്റ് എന്ന് പറയുന്നത്. പ്ലാനറ്റ്സ് റിവോൾവ് എറൗണ്ട് ദ സൺ ഓൺ എലിപ്റ്റിക്കൽ ഓർബിറ്റ്സ്. ദീർഘവൃത്താകൃതിയിലുള്ള ഓർബിറ്റിലൂടെയാണ് ഗ്രഹങ്ങൾ സൂര്യനെ ചുറ്റുന്നത്. ഇറ്റ്സ് എ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ ദ പ്ലാനറ്റ്സ് ആൻഡ് ദ സൺ ദാറ്റ് ഹെൽപ്സ് ദ പ്ലാനറ്റ്സ് മൂവ് എലോങ് ദിയർ ഫിക്സഡ് ഓർബിറ്റ്സ്. ഭൂഗുരുത്വാകർഷണ ബലമാണ് പ്ലാനറ്റ്സിനെയും സൂര്യനെയും ആകർഷിച്ച് നിർത്തി ആ ഫിക്സ്ഡ് പാത്തിലൂടെ അവയെ സഞ്ചരിക്കാൻ സാധ്യമാക്കുന്നത്. ഓൾ ദ പ്ലാനറ്റ്സ് റൊട്ടേറ്റ് ഓൺ ദിയർ ഇമാജിനറി ആക്സിസ് വൈൽ ഓർബിറ്റിംഗ് ദ സൺ. സൂര്യനെ വലം വെക്കുന്നതോടൊപ്പം തന്നെ ഓരോ പ്ലാനറ്റും അതിൻ്റെ സ്വന്തം സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നുണ്ട്. അതിനെയാണ് നമ്മൾ റൊട്ടേഷൻ അഥവാ ഭ്രമണം എന്ന് പറയുന്നത്. റോൾ പ്ലേ ദ സോളാർ സിസ്റ്റം വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുവർ ഫ്രണ്ട്സ്. ഡോണ്ട് ഫോർഗെറ്റ് ടു ഇൻട്രൊഡ്യൂസ് ഈച്ച് പ്ലാനറ്റ് വിത്ത് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. സോളാർ സിസ്റ്റം നിങ്ങളോട് റോൾ പ്ലേ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരാൾ സണ്ണാവുക, മറ്റ് 8 ഫ്രണ്ട്സിനെയും കൂടെ കൂട്ടിയിട്ട് അവർ ഓരോ പ്ലാനറ്റും ആവുക, ഓരോ പ്ലാനറ്റിനെയും ക്യാരക്ടറിസ്റ്റിക്സ് പ്രത്യേകതകൾ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് എന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു. അവർ എർത്ത്. നമുക്ക് നമ്മുടെ ഭൂമിയെക്കുറിച്ചൊന്ന് പഠിക്കാം. റീഡ് വാട്ട് ആസ്ട്രോനോട്ട് സുനിത വില്യംസ് ഹാഡ് ടു സേ അബൌട്ട് ദി എർത്ത്. നമ്മുടെ ബഹിരാകാശ സഞ്ചാരിയായിരുന്ന സുനിത വില്യംസിന് ഭൂമിയെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് വായിക്കാം. ദ എർത്ത് ലുക്ക്ഡ് വെരി ബ്യൂട്ടിഫുൾ ആൻഡ് വണ്ടർഫുൾ. ഭൂമി വളരെ അത്ഭുതകരമായും ഭംഗിയുള്ളതായും കാണപ്പെട്ടു. വി കുഡ് വാച്ച് ഇറ്റ് ഫോർ അവേഴ്സ് ത്രൂ ദ വിൻഡോ ഓഫ് ദ സ്പേസ് സ്റ്റേഷൻ. ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്പേസ് സ്റ്റേഷനിലെ ജനലിൽ കൂടെ അതിനെ മണിക്കൂറുകളോളം വീക്ഷിക്കാൻ കഴിഞ്ഞു. വി കുഡ് സീ ദ സ്ഫെറിക്കൽ ഷേപ്പ് ഓഫ് ദ എർത്ത്. ഞങ്ങൾക്ക് ഭൂമിയുടെ ആ ഗോളാകൃതി ശരിക്കും കാണാൻ കഴിഞ്ഞു. അതാണ് സുനിത വില്യംസ് പറഞ്ഞത്. ഇനി നമുക്ക് സ്പേസ് എന്താണെന്ന് നോക്കാം. സ്പേസ് ഈസ് ദ ഏരിയ ബിയോണ്ട് ദ ലിമിറ്റ്സ് ഓഫ് ദി അറ്റ്മോസ്ഫിയർ ഔട്ട്സൈഡ് എ സെലസ്റ്റിയൽ ബോഡി. ഒരു ആകാശഗോളത്തിൻ്റെ പുറത്ത് അന്തരീക്ഷത്തിൻ്റെ പരിധിക്കപ്പുറമുള്ള സ്ഥലത്തിനെയാണ് നമ്മൾ സ്പേസ് അഥവാ ശൂന്യാകാശം എന്ന് പറയുന്നത്. എക്സ്പേർട്സ് ആർ സെൻറ്റ് ടു ദ സ്പേസ് ഫ്രം ഡിഫറെൻറ്റ് കൺട്രീസ് ഫോർ എക്സ്പെഡീഷൻ ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ. പല രാജ്യങ്ങളിൽ നിന്നും എക്സ്പെർട്ടായ ആളുകളെ, നല്ല കഴിവുള്ള ആളുകളെ, വാനനിരീക്ഷണത്തിലൊക്കെ നല്ല കഴിവുള്ള ആളുകളെ സ്പേസിലേക്ക് അയക്കുന്നുണ്ട് പല പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്തരീക്ഷം കഴിഞ്ഞിട്ടുള്ള ശൂന്യമായ ഒന്നുമില്ലാത്ത ഏരിയയാണ് നമ്മൾ സ്പേസ് അഥവാ ശൂന്യാകാശം എന്ന് പറയുന്നത്. അറ്റ്മോസ്ഫിയറിൻ്റെ പരിധി കഴിഞ്ഞിട്ടുള്ള സ്ഥലം. ദ എർത്ത് ഇസ് ദ ഓൺലി പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം വേർ ലൈഫ് എക്സിസ്റ്റ്. നമുക്കറിയാം സോളാർ സിസ്റ്റത്തിലെ ജീവനുള്ള ഒരേ ഒരു ഗ്രഹമാണ് എർത്ത്. ദ എർത്ത് ഹാസ് എ യുണീക്ക് സ്ഫെറിക്കൽ ഷേപ്പ്. ഭൂമിക്ക് നല്ലൊരു ഗോളാകൃതിയാണുള്ളത്. ഇറ്റ് ഈസ് സ്ഫെറിക്കൽ വിത്ത് ദ പോൾസ് സ്ലൈറ്റ്ലി ഫ്ലാറ്റൻഡ് ആൻഡ് ദ ഇക്വേറ്റർ സ്ലൈറ്റ്ലി ബൾജ്ഡ്. അത് ഗോളാകൃതിയാണെങ്കിലും അത് പോൾസിൽ 2 ധ്രുവങ്ങളിൽ കുറച്ച് പരന്നിട്ടാണ്. അതുപോലെ തന്നെ ഇക്വേറ്റർ ഭൂമധ്യരേഖയ്ക്ക് അടുത്തായിട്ട്
കുറച്ച് പുറത്തേക്ക് തള്ളി വീർത്ത് നിൽക്കുന്ന രീതിയിലുമാണ്. ദിസ് ഷേപ്പ് ഇസ് നോൺ ആസ് ജിയോയിഡ്. ഈ ഷേപ്പിനെയാണ് നമ്മൾ ജിയോയിഡ് എന്ന് പറയുന്നത്. ദ ടേം ജിയോയിഡ് മീൻസ് ദ ഷേപ്പ് ഓഫ് ദ എർത്ത്. ജിയോയിഡ് എന്ന ടേമിൻ്റെ അർത്ഥം, എന്ന വാക്കിൻ്റെ അർത്ഥം ഭൂമിയുടെ ആകൃതി എന്നാണ്. അത് ധ്രുവപ്രദേശങ്ങളിൽ അല്പം പരന്നിട്ട്, മുകൾ ഭാഗവും താഴ്ഭാഗവും അല്പം പരന്നിട്ട് മധ്യഭാഗം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലുള്ള ആ ഷേപ്പിനെയാണ് നമ്മൾ ജിയോയിഡ് എന്ന് പറയുന്നത്. ദി ഇന്ത്യൻ സയൻറ്റിസ്റ്റ് ആര്യഭട്ട ബിലീവ്ഡ് ദാറ്റ് ദ എർത്ത് വാസ് സ്ഫെറിക്കൽ ആൻഡ് റൊട്ടേറ്റഡ് ഓൺ ഇറ്റ്സ് ഇമാജിനറി ആക്സസ്. ഇന്ത്യൻ ശാസ്ത്രജ്ഞനായിരുന്ന ആര്യഭട്ടൻ വിശ്വസിച്ചിരുന്നത് ഭൂമി ഗോളാകൃതിയിലാണെന്നും അത് അതിൻ്റെ സ്വന്തം ആക്സസിൽ, ഇമാജിനറി ആക്സസിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുമാണ്. ഗ്രീക്ക് ഫിലോസഫേഴ്സ് സച്ച് ആസ് തേൽസ്, പൈതഗോറസ് ആൻഡ് അരിസ്റ്റോട്ടിൽ ഓൾസോ ബിലീവ്ഡ് ദാറ്റ് ദ എർത്ത് വാസ് സ്ഫെറിക്കൽ. ഗ്രീക്ക് തത്വചിന്തകരായിരുന്ന തേൽസ്, പൈതഗോറസ്, അരിസ്റ്റോട്ടിൽ എന്നിവരെല്ലാം വിശ്വസിച്ചിരുന്നത് ഭൂമിക്ക് ഗോളാകൃതിയാണെന്നാണ്. ലേറ്റർ ദ നാവിഗേറ്റർ മെഗല്ലൻസ് സർക്കംനാവിഗേഷൻ ഓഫ് ദ വേൾഡ് പ്രൂവ്ഡ് ദാറ്റ് ദ എർത്ത് ഇസ് റൗണ്ട്. പിന്നീട് മെഗല്ലൻ എന്ന് പറഞ്ഞ നാവികൻ്റെ ലോകം ചുറ്റിയുള്ള യാത്രയാണ് ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിക്കാൻ കാരണമായത്. അദ്ദേഹമാണ് ഭൂമി ഉരുണ്ടതാണ് എന്ന് തെളിയിച്ചത്. അവിടെ നമുക്ക് 3 പിക്ചേഴ്സ് കാണാം. സ്പേസിൽ നിന്ന് എടുത്തിട്ടുള്ള എർത്തിൻ്റെ പിക്ചേഴ്സാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇമേജസ് ഓഫ് ദി എർത്ത് ടേക്കൺ ഫ്രം സ്പേസ്. ഒബ്സർവ് ദ ഇമേജസ് ഓഫ് ദി എർത്ത് ക്യാപ്ചേർഡ് ഫ്രം സ്പേസ്. സ്പേസിൽ നിന്ന് എടുത്തിട്ടുള്ള ഭൂമിയുടെ പിക്ചർ ഒബ്സർവ് ചെയ്യുക. ഈസ് ഇൻ ദ എർത്ത് സീൻ ആസ് എ ബ്ലൂ സ്ഫിയർ ഇൻ ദിസ് പിക്ചർ. ഈ പിക്ചറിൽ ഭൂമി ഒരു നീല നിറത്തിലുള്ള ഗോളമായിട്ട് കാണപ്പെടുന്നില്ലേ? വൈ ഇസ് ഇറ്റ് സോ? അതെന്തുകൊണ്ടാണ് അങ്ങനെ? വിച്ച് ഇസ് ദ മോസ്റ്റ് കോമൺ കളർ ഓൺ ദ ഗ്ലോബ്, ദ മോഡൽ ഓഫ് ദി എർത്ത്. ഭൂമിയുടെ മോഡലായ ഗ്ലോബിൽ കൂടുതലായും കാണപ്പെടുന്ന കളർ ഏതാണ്? ദ എർത്ത് ലുക്സ് ലൈക്ക് എ ബ്ലൂ സ്ഫിയർ ഫ്രം സ്പേസ് ബിക്കോസ് എബൌട്ട് 71% ഓഫ് ദി എർത്ത് സർഫസ് ഈസ് വാട്ടർ. സ്പേസിൽ നിന്ന് നോക്കുമ്പോൾ എർത്തിനെ ബ്ലൂ കളറിൽ കാണപ്പെടാൻ കാരണം എർത്ത് സർഫസിൻ്റെ, ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ 71% ജലമാണ്. അതുകൊണ്ടാണ് നീല നിറത്തിൽ കാണപ്പെടുന്നത്. Another feature that distinguishes the Earth from other planets is its atmosphere. ഭൂമിയെ മറ്റു ഗോളങ്ങളിൽ നിന്നും വേർതിരിക്കുന്ന മറ്റൊരു ഫീച്ചറാണ് അതിൻ്റെ അറ്റ്മോസ്ഫിയർ അഥവാ അന്തരീക്ഷം. ദി അറ്റ്മോസ്ഫിയർ ഈസ് ദ ബ്ലാങ്കറ്റ് ഓഫ് എയർ കവറിംഗ് ദ എർത്ത്. ഈ അന്തരീക്ഷം എന്ന് പറയുന്നത് എയറിൻ്റെ ഒരു പുതപ്പാണ്, ഭൂമിയെ മൂടുന്ന ഒരു എയറിൻ്റെ പുതപ്പാണ് അറ്റ്മോസ്ഫിയർ. ഇറ്റ് കണ്ടെയ്ൻസ് ഗ്യാസസ്, ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആൻഡ് വാട്ടർ. അതിലടങ്ങിയിരിക്കുന്നത് വാതകങ്ങളും പൊടിപടലങ്ങളും വെള്ളവുമാണ്, ജലാംശവുമാണ്. The atmosphere plays a crucial role in sustaining life on the earth by regulating heat and cold. ചൂടിനെയും തണുപ്പിനെയൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് അറ്റ്മോസ്ഫിയറാണ്. Why does the atmosphere exist as a covering around the earth? എന്തുകൊണ്ടാണ് അന്തരീക്ഷം ഭൂമിക്ക് മുകളിൽ ഒരു കവറിംഗ് പോലെ നിലനിൽക്കുന്നത്? എക്സാമിൻ, നിരീക്ഷിക്കുക. Discuss and make notes on the role of the atmosphere in sustaining life on the earth. ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്ന കാര്യത്തിൽ അന്തരീക്ഷത്തിൻ്റെ പങ്കിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ഇനി നമുക്ക് മോഷൻസ് ഓഫ് ദി എർത്ത് നോക്കാം, ഭൂമിയുടെ ചലനങ്ങൾ. അവിടെ നമുക്കൊരു പിക്ചർ കാണാം. ഒരു കുട്ടി അവൻ്റെ പാരൻസിന് വേണ്ടി വീഡിയോ കോൾ ചെയ്യുകയാണ്. ഡാഡ്, ഐ ഹാവ് ജസ്റ്റ് ഹാഡ് ഡിന്നർ, ഐ ആം ജസ്റ്റ് ഗെറ്റിംഗ് റെഡി ഫോർ ബെഡ്. ഡാഡി, ഞാനിവിടെ ഡിന്നറൊക്കെ കഴിച്ച് ഉറങ്ങാൻ വേണ്ടി പോവുകയാണെന്ന് പറയുന്ന കുട്ടി. സൺ, ഹോപ്പ് യു ആർ ഫൈൻ, വി ആർ ഗോയിങ് ടു ഹാവ് അവർ ബ്രേക്ക്ഫാസ്റ്റ് ഹിയർ. മോനെ, നിനക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു, ഞങ്ങൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നേ ഉള്ളൂ എന്ന് പറയുന്നു. ലിസൺ ടു ദിസ് കോൺവെർസേഷൻ വി സീ ജിനു. ഈ കോൺവെർസേഷൻ ശ്രദ്ധിച്ചാൽ നമുക്ക് ജിനുവിനെ കാണാം. ഹു ഈസ് വർക്കിംഗ് ഇൻ കാനഡ. കാനഡയിൽ വർക്ക് ചെയ്യുന്ന ജിനു ആണ് അവൻ്റെ പാരൻസിനോട് സംസാരിക്കുന്നത്. എൻഗേജ്ഡ് ഇൻ എ വീഡിയോ കോൾ വിത്ത് ഹിസ് പാരൻസ് ഇൻ ഇന്ത്യ. ജിനു ആൻഡ് ഹിസ് പാരൻസ് ലിവ് ഇൻ 2 different പ്ലേസസ് ഓൺ ദി എർത്ത്. ഭൂമിയുടെ 2 ഭാഗങ്ങളിലായിട്ടാണ് ജിനുവും അവൻ്റെ പാരൻസും ജീവിക്കുന്നത്. ഒബ്സർവ് ദ ഗ്ലോബ് ആൻഡ് ഫൈൻഡ് ദ ലൊക്കേഷൻ ഓഫ് കാനഡ ആൻഡ് ഇന്ത്യ. ഗ്ലോബ് ഒബ്സർവ് ചെയ്തിട്ട് ഇന്ത്യയുടെയും കാനഡയുടെയും ലൊക്കേഷൻ കണ്ടുപിടിക്കുക. വൈ വുഡ് ഇറ്റ് ബി ഡേ ടൈം ഇൻ വൺ പ്ലേസ് ആൻഡ് നൈറ്റ് ഇൻ ദി അതർ. എന്തുകൊണ്ടാണ് ഭൂമിയിൽ ഒരു സ്ഥലത്ത് പകലായിരിക്കുമ്പോൾ മറ്റു സ്ഥലത്ത് രാത്രിയായിരിക്കുന്നത്? ആസ് ദ എർത്ത് ഇസ് സ്ഫെറിക്കൽ, ഓൺലി 1/2 ഓഫ് ദ എർത്ത് റിസീവ്സ് സൺലൈറ്റ് അറ്റ് എ ടൈം. ഭൂമിക്ക് ഗോളാകൃതി ആയതുകൊണ്ട് ഒരു അർദ്ധഭാഗത്ത്, ഒരു പകുതി ഭാഗത്ത് മാത്രമേ ഒരു സമയത്ത് സൺലൈറ്റ് ലഭിക്കുള്ളൂ. ആ സമയത്ത് അവിടെ പകലായിരിക്കും. ഇറ്റ് വിൽ ബി ഡാർക്ക് ഓൺ ദ അതർ ഹാഫ്. മറ്റേ പകുതിയിൽ ആ സമയത്ത് ഡാർക്ക് അഥവാ ഇരുട്ടായിരിക്കും. ദ പാർട്ട് ഓഫ് ദി എർത്ത് ദാറ്റ് ഫേസസ് ദ സൺ റിസീവ്സ് സൺലൈറ്റ് ആൻഡ് സോ ഇറ്റ് എക്സ്പീരിയൻസസ് ഡേ ടൈം ദെയർ. സൂര്യന് അഭിമുഖമായിട്ടുള്ള ഭൂമിയുടെ ഭാഗത്ത് മാത്രമേ സൺലൈറ്റ് ലഭിക്കുള്ളൂ.
അതുകൊണ്ട് തന്നെ ആ സമയത്ത് അവിടെ പകലായിരിക്കും. ഇറ്റ് വിൽ ബി നൈറ്റ് ഓൺ ദ അതർ സൈഡ് ബിക്കോസ് നോ സൺലൈറ്റ് റീച്ചസ് ദെയർ. സൂര്യപ്രകാശം എത്താത്തതുകൊണ്ട് തന്നെ മറ്റേ പകുതിയിൽ ആ സമയത്ത് രാത്രിയായിരിക്കും. ദസ് നൈറ്റ് ആൻഡ് ഡേ ഓൾട്ടർനേറ്റ് ഓൺ ദ എർത്ത് ബിക്കോസ് ഓഫ് ദ റൊട്ടേഷൻ ഓഫ് ദ എർത്ത്. എർത്ത് അതിൻ്റെ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഡേയും നൈറ്റും ഇങ്ങനെ മാറി മാറി വരും. റൊട്ടേഷൻ ഈസ് എ സ്പിന്നിങ് ഓഫ് ദി എർത്ത് ഓൺ ഇറ്റ്സ് ഇമാജിനറി ആക്സിസ്. ഭൂമി അതിൻ്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിനെയാണ് നമ്മൾ റൊട്ടേഷൻ എന്ന് പറയുന്നത്. നമുക്കവിടെ പിക്ചർ കാണാം. ഡേ ആൻഡ് നൈറ്റും മാറി വരുന്ന കൂട്ടുകാരെ ഒന്ന് നോക്കി മനസ്സിലാക്കുക. എർത്തിൻ്റെ റൊട്ടേഷൻ്റെ പിക്ചറാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ദി എർത്ത് റൊട്ടേറ്റ്സ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് കിഴക്കോട്ടാണ് എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് വൈ വി ഫീൽ ദാറ്റ് ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് ആൻഡ് സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് സൂര്യൻ കിഴക്ക് ഉദിക്കുന്നതും പടിഞ്ഞാറ് അസ്തമിക്കുന്നതുമായിട്ട് തോന്നുന്നത്. ദി എർത്ത് ടേക്സ് 23 hours 56 minutes 4 seconds ടു കംപ്ലീറ്റ് വൺ റൊട്ടേഷൻ. ദിസ് ഇസ് കോൾഡ് എ ഡേ. ഭൂമി ഒരു റൊട്ടേഷൻ പൂർത്തിയാക്കാൻ 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ് എടുക്കുന്നു. ഇതിനെയാണ് നമ്മൾ ഒരു ദിവസം എന്ന് പറയുന്നത്. ആസ് ഇറ്റ് റൊട്ടേറ്റ്സ് ദി എർത്ത് മൂവ്സ് അറൗണ്ട് ദി സൺ ഓൺ എ ഫിക്സഡ് ഓർബിറ്റ്. റൊട്ടേറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഭൂമി അതിൻ്റെ ഒരു ഫിക്സഡ് ആയ ഓർബിറ്റിൽ സൂര്യനെ വലം വെക്കുന്നുണ്ട്. ദിസ് ഇസ് റെവല്യൂഷൻ. ഇതിനെയാണ് നമ്മൾ റെവല്യൂഷൻ അല്ലെങ്കിൽ പരിക്രമണം എന്ന് പറയുന്നത്. ഇറ്റ് ടേക്സ് 365 and 1/4 days ഫോർ ദി എർത്ത് ടു ഗോ അറൗണ്ട് ദ സൺ വൺസ്. ഇതിന് ഭൂമി എടുക്കുന്ന സമയം 365 ദിവസമാണ്. ഒരു റെവല്യൂഷൻ പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം. ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് 1 year. ഇതിനെയാണ് നമ്മൾ ഒരു വർഷമായി കണക്കാക്കുന്നത്. സീസൺസ് ആർ എക്സ്പീരിയൻസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് ദി റെവല്യൂഷൻ ഓഫ് ദി എർത്ത്. സീസൺസ് അഥവാ ഋതുക്കൾ അനുഭവപ്പെടുന്നത് ഭൂമിയുടെ പരിക്രമണം അല്ലെങ്കിൽ സൂര്യനെ ചുറ്റിയുള്ള ചലനം കാരണമായിട്ടാണ്. ഓരോ കാലാവസ്ഥ അങ്ങനെ മാറി മാറി വരുന്നത് ഭൂമിയുടെ സൂര്യന് ചുറ്റുമുള്ള ചലനം കാരണമാണ്. Illustrate the revolution of the earth on a chart and display it in the class. ഭൂമിയുടെ പരിക്രമണം അല്ലെങ്കിൽ റെവല്യൂഷൻ ഒരു ചാർട്ടിൽ വരച്ച് ക്ലാസ്സിൽ ഡിസ്പ്ലേ ചെയ്യും. ഫ്രണ്ട്സ്, ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. ഒരുപാട് ലെങ്തി ആയി പോകുന്നതുകൊണ്ടാണ്. സീസൺസ് മുതൽ ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്. ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യും. കൂടാതെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.